ഇറാൻ ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം അതിശക്തമാക്കിയതായി ഏറ്റവും വൈകിയ റിപ്പോർട്ടുകൾ വരുന്നു. ഈ പല ആക്രമണങ്ങളും, ഇസ്രയേലിന് നേരെ നടന്ന പല ആക്രമണങ്ങളും, മുൻപ് നടന്ന പല ആക്രമണങ്ങളും അയൺ ഡോമിൽ തട്ടി ഭാഗികമായി തകരുന്ന കാഴ്ച കണ്ടു. അല്ല എങ്കിൽ മിസൈലുകൾ, ഡ്രോണുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നു. അത് ഇസ്രായേൽ എത്തുന്നതേ ഇല്ല. അതാണല്ലോ ഇസ്രായേലിൻ്റെ ഒരു പ്രതിരോധ സംവിധാനം. പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ വളരെ പ്രധാനമായ ഒരു കാര്യം സംഭവിച്ചു. ഡിമോണ ന്യൂക്ലിയർ പ്ലാന്റ് ഓഫ് ഇസ്രയേൽ കെയിം അണ്ടർ അറ്റാക്ക്. ഡിമോണ നഗരം, അത് ഒരുപാട് ഗവേഷണങ്ങൾ, ആണവ ഗവേഷണങ്ങൾ നടക്കുന്ന ഇസ്രായേലിൻ്റെ തെക്കൻ നഗരമാണ്. അതിനടുത്തുള്ള മറ്റൊരു നഗരമാണ് അരാദ്. ഈ രണ്ട് നഗരങ്ങൾക്ക് നേരെ അതിരൂക്ഷമായ ഇറാനിയൻ മിസൈൽ ആക്രമണമാണ് സംഭവിച്ചത്. സാധാരണഗതിയിൽ മിസൈലുകൾ കൃത്യത പോരാ എന്ന് പറയും ഇറാൻ്റെ മിസൈലുകൾക്ക്. പക്ഷേ ഇത് കൃത്യമായ ടാർഗറ്റിൽ പതിക്കുകയും 100-ൽ പരം പേർക്ക് പരിക്കേറ്റു എന്ന ആദ്യ റിപ്പോർട്ടുകളാണ് വരുന്നത്. കാരണം ഇസ്രായേലിനുള്ളിൽ ഒരു പാനിക് സിറ്റുവേഷൻ, ഇപ്പോൾ യുദ്ധം തുടങ്ങി 21-ാം ദിവസം കഴിയുമ്പോൾ ആദ്യമായിട്ടാണ് അത്ര വലിയൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. ആണവ വികിരണം ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. ഡിമോണ നിലയത്തിൽ നിന്നും ആണവ ചോർച്ച ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. വളരെ സുരക്ഷിതമായ ഒരു കേന്ദ്രമാണ്. ഇസ്രായേൽ ചെറിയ രാജ്യമാണ്. ഇസ്രായേലിൻ്റെ ചെറിയ രാജ്യത്തിൻ്റെ തെക്കൻ പ്രദേശം മരുഭൂമിയാണ്, നെജേവ് ഡെസേർട്ട്. അപ്പം ഈ നെജേവ് ഡെസേർട്ടിൻ്റെ ഒരു മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടുന്ന് ഏറ്റവും അടുത്ത ബർഷേബ നഗരം, ദക്ഷിണ നഗരമായ ബർഷേബയിൽ നിന്ന് പോലും 30 കിലോമീറ്റർ തെക്കുമാറി ഒരു മരുഭൂമിയുടെ മധ്യത്തിലുള്ള ഒരു സ്ഥലമാണ് ഡിമോണ. അവിടേക്ക് ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ അത് പ്രതിരോധിക്കാൻ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്, ഡേവിഡ് സ്ലിങ്ങിനും അയൺ ഡോമിന് അല്ലെങ്കിൽ പിന്നെ ആരോ സംവിധാനത്തിനും അയൺ ഡോമിനും ഒന്നും തന്നെ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് പോരായ്മകൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് പോലും കാണാം. കാരണം പഴുതുകളറ്റ പ്രതിരോധം എന്നതായിരുന്നല്ലോ ഇസ്രായേലിൻ്റെ ഒരു സ്ട്രെങ്ത്. പക്ഷെ ഇവിടെ ഏറെ സുഷിരങ്ങൾ വീഴുന്നു. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഒന്നുകിൽ ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനത്തിൽ പാളിച്ചകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഭീതിതമായ രീതിയിൽ നിരന്തരം ഡ്രോണുകളും റോക്കറ്റുകളും വരുമ്പോൾ അതിനെതിരെ പാഞ്ഞ് പോകുമ്പോൾ അവനാഴിയിലെ അസ്ത്രങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്, പ്രതിരോധ അസ്ത്രങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതാവാം ഒരു കാരണം. അതോ എന്തെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ചസ് ആണോ എന്തോ, എന്തായാലും നാശനഷ്ടങ്ങൾ അവിടെ കൃത്യമായി ഉണ്ടായി. ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന റിപ്പോർട്ടുകൾ, ആഗോള മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതുപോലെയുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും ഇസ്രായേലിൽ വൻ നാശം എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും തമസ്കരിക്കുകയാണ് പതിവ്. ഇത് തമസ്കരിക്കപ്പെടാതെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നാളിതുവരെ നടന്ന ഇറാനിയൻ ആക്രമണങ്ങളിൽ ഏറ്റവും കൃത്യതയാർന്നതും ഏറ്റവും അധികം പ്രഹരശേഷി ഉള്ളതും ലക്ഷ്യങ്ങൾ ഒരു പരിധിവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതുമായ ഒരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അത് മാത്രമല്ല, ഈ ആക്രമണം സംഭവിച്ച ആ ഒരു ജങ്ചറും കൂടെ ഒന്ന് നോക്കുക. ഇറാൻ്റെ മിസൈൽ ശേഖരം ഏതാണ്ട് പൂർണ്ണമായി തകർത്തിരിക്കുന്നു. തങ്ങൾ യുദ്ധവിജയത്തോട് അടുക്കുകയാണ്. ഏതാണ്ട് തങ്ങളുടെ ലക്ഷ്യങ്ങൾ ഏതാണ്ട് 90% പൂർത്തിയായി കഴിഞ്ഞു എന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണ്. ബെഞ്ചമിൻ നെതന്യാഹു പക്ഷേ പറയുന്നു ഞങ്ങൾ ഏറെക്കാലം ആക്രമണം തുടരുമെന്ന് പറയുന്നു. രണ്ടുപേരും രണ്ട് സ്വരത്തിലാണ് സംസാരിക്കുന്നത് എങ്കിൽ പോലും കാര്യമായ പ്രഹരം മിസൈൽ ശേഖരത്തിൻ്റെ കാര്യത്തിൽ ഇറാന് സംഭവിച്ചു എന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പോഴും 2 ആക്രമണങ്ങൾ മുഴച്ചു നിൽക്കുന്നു. അതേ ദിവസം കഴിഞ്ഞ രാത്രിയിൽ തന്നെ ഡീഗോ ഗാർഷിയയിലേക്ക്, വളരെ ദൂരെ കിടക്കുന്ന 4000 കിലോമീറ്റർ ഇറാൻ്റെ തെക്കുമാറി കിടക്കുന്ന ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ ഡിയേഗോ ഗാർഷിയയിലേക്ക് അമേരിക്കൻ ബ്രിട്ടീഷ് താവളങ്ങളാണ്, സൈനിക താവളങ്ങളാണ്, വ്യോമതാവളങ്ങളാണ്. അവിടേക്ക് നടത്തിയ അറ്റാക്ക് എല്ലാവരെയും സ്തബ്ധരാക്കി, അത്ഭുതപ്പെടുത്തി. അതുപോലെ തന്നെ സമാന്തരമായി പടിഞ്ഞാറേക്ക് ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് നടത്തിയ ഈ ആക്രമണം ഇത് സൂചിപ്പിക്കുന്നത് ഇറാൻ്റെ മിസൈൽ ശേഖരത്തിൽ കുറവ് വന്നേക്കാം, പക്ഷേ ഫൈറ്റിംഗ് സ്പിരിറ്റിൽ കുറവ് വന്നിട്ടില്ല. അവശേഷിക്കുന്ന ആയുധങ്ങൾ, മിസൈലുകൾ ഇറാൻ ഉപയോഗിക്കാൻ തന്നെയാണ് തീരുമാനം എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് രൂക്ഷമായ പ്രത്യാക്രമണം ഇറാന് നേരെ ഉണ്ടാകുന്നു. ഇസ്രായേലിൻ്റെ ആക്രമണം ഇറാൻ്റെ ഗവൺമെൻറ് കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വലിയ ബോംബാർഡ്മെൻറ്റാണ് ടെഹ്റാൻ നഗരത്തിൽ. ഇറാൻ്റെ ഗവൺമെൻറ് കേന്ദ്രങ്ങൾ, സ്ഥിരാകേന്ദ്രങ്ങൾ, ഭരണസ്ഥിരാകേന്ദ്രങ്ങളാണ്. അവിടെയെല്ലാം ആക്രമണം സ്വാഭാവികമായി പ്രതീക്ഷിക്കാവുന്നതാണ്. തുടരെ നടക്കുന്ന ആക്രമണത്തിൻ്റെ ഈ ഒരു അധ്യായം എന്ന് കരുതിയാൽ മതിയാകും. മൊത്തത്തിൽ നോക്കുമ്പോൾ യുദ്ധത്തിൻ്റെ ഗതി പൂർണ്ണമായും ഇറാനെ തകർക്കുന്നതാണ് എന്ന നിഗമനങ്ങളെ അത്ര ശരിവെക്കുന്ന ഒരു പ്രകടനമല്ല ഇറാൻ ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. യുദ്ധ അവസാനത്തെക്കുറിച്ചുള്ള ചിന്തകൾ ട്രംപ് പങ്കുവയ്ക്കുന്നു.
ഹോർമൂസ് കടലിടുക്ക് നിങ്ങളെല്ലാം ചേർന്ന് തുറക്കണം, ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല, ലോകത്തിൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് കൈയൊഴിയാൻ നോക്കുന്നു. അതുമാത്രമല്ല, ഒരു വശത്തെ കൂടുതൽ സൈനിക സന്നാഹങ്ങൾ ഒരുക്കുന്നു, മറുവശത്തെ ഒരു പക്ഷേ സംയമനത്തിൻ്റെ അല്ലെങ്കിൽ വിട്ടുവീഴ്ചയുടെ സ്വരത്തിൽ സംസാരിക്കുന്നു. ഇറാൻ്റെ എണ്ണ ലോക വിപണികളിൽ വിൽക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി കപ്പലുകളിൽ കയറ്റിയ പലയിടങ്ങളിലായി നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകളിലെ എണ്ണ ലോക വിപണികളിൽ എത്തട്ടെ, അങ്ങനെ എണ്ണ വില കുറയട്ടെ എന്ന് പറയുന്നു. വളരെ സ്വാഗതാർഹമായ ചില കാര്യങ്ങൾ അമേരിക്ക ചെയ്യുമ്പോൾ, മറുപക്ഷത്തെ വളരെ കർശനമായ നീക്കങ്ങൾ നടത്തുന്നു. ഇതിലൊന്നും പതറാതെ ഇറാൻ കൃത്യമായി പ്രത്യാക്രമണങ്ങൾ നടത്തി എല്ലായിടത്തേക്കും ഏതാണ്ട് 14ഓളം വ്യത്യസ്തമായ മേഖലകളിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അതിൽ വൈവിധ്യമാർന്ന കേന്ദ്രങ്ങളുണ്ട്. ഗൾഫ് പ്രദേശത്തെ 7-8 രാജ്യങ്ങളാണ്. അതുപോലെ പേർഷ്യൻ ഗൾഫിന് വടക്ക് സ്ഥിതി ചെയ്യുന്ന ഇറാഖിലേക്കും സിറിയയുടെ ചില ഭാഗങ്ങളിലേക്കും കുവൈത്തിലേക്കും ഒക്കെ ആക്രമണം വന്നു. എന്തിന്? ഈ മെഡിറ്ററേനിയൻ കടലിലുള്ള പ്രദേശത്തേക്ക് തന്നെ ആക്രമണം വ്യാപിപ്പിക്കുന്നത് കണ്ടു. അപ്പം ഗ്രീസിൻ്റെയും തുർക്കിയുടെയും ഒക്കെ ഒരു സ്വാധീന മേഖലയായ സൈപ്രസിലേക്ക് ആക്രമണം നടന്നിരിക്കുന്നു. ഇറാൻ്റെ സുഹൃത്ത് രാജ്യമായ ഒമാനിലേക്ക് ആക്രമണം നടന്നതായി പറയുന്നു. ഇറാൻ ഇപ്പോൾ അത് ഏതാണ്ട് നിരാകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ല. തുർക്കിയിലേക്കും ഒമാനിലേക്കും തങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ല. അത് ഇസ്രയേലിൻ്റെ ഒരു കുതന്ത്രമാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്ന പ്രതീതി ജനിപ്പിക്കുന്നത് എന്ന് പറയുന്നു. എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഇറാൻ ആക്രമണത്തിൻ്റെ മൂർച്ച കുറച്ചിട്ടില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ ലോകം എത്തി നിൽക്കുന്നത്.